ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസോൺ. അപ്പോൾ നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ RRBയുടെ ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. RRB ടെക്നീഷ്യൻ ഗ്രേഡ് 1 and 3 2025ന്റെ ഷോർട്ട് നോട്ടീസ് ഇന്ത്യ റെയിൽവേ ഒഫീഷ്യലി പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് വരാം. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ നമുക്ക് എന്താണ് കാര്യം എന്നുള്ളത്. അപ്പോൾ നമ്മൾ RRBയുടെ CN2/2025 അതാണ് നമ്മളുടെ CN നമ്പർ ഉണ്ടാവുക. അപ്പോൾ ഷോർട്ട് നോട്ടീസ് ഇന്ന് അവർ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ ഓപ്പണിംഗ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ജൂൺ 28. ഓക്കെ, ജൂൺ 28 എന്താ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പൊ 27 ആകുമ്പോഴത്തേക്ക് എന്താ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെന്റ് നോട്ടിഫിക്കേഷൻ ഇറക്കുന്നുണ്ടാവും. ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞത് ജൂലൈ 28 വരെ നിങ്ങൾക്ക് അവിടെ അപ്ലൈ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പൊ ഇതില് ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നല് 7th പേ സ്കെയിൽ പ്രകാരം ലെവൽ 5 ആണ്. 29,200 ഇനീഷ്യൽ പേ വരുന്നുണ്ടാവുക. B1 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ്. ഏജ് ലിമിറ്റ് 18 തൊട്ട് 33 വയസ്സ് വരെയാണ്. കഴിഞ്ഞ പ്രാവശ്യം അത് 18 തൊട്ട് 36 വയസ്സ് വരെ ഉണ്ടായിരുന്നു. 3 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ടായിരുന്നു. കൊറോണ കാരണം നോട്ടിഫിക്കേഷൻ ഒന്നും ഇറക്കാൻ വേണ്ടി പറ്റാത്തതുകൊണ്ട് 3 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം എന്താ അവരുടെ നോട്ടിഫിക്കേഷനിൽ ഏജ് റിലാക്സേഷൻ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ 18 തൊട്ട് 33 വയസ്സ് വരെയാണ്. അപ്രോക്സിമേറ്റ് വേക്കൻസി പറഞ്ഞത് 180 ആണ് ടെൻഡേറ്റീവ് വേക്കൻസി. ഇനി അടുത്ത ടെക്നീഷ്യൻ ഗ്രേഡ് 3യുടെ കേസിൽ ലെവൽ 2 ആണ്. 19,900 സ്കെയിൽ ഓഫ് പേ വന്നിട്ടുള്ളത്. മറ്റേത് 29,200. മെഡിക്കൽ സ്റ്റാൻഡേർഡ് നമുക്ക് പറയാം 18 തൊട്ട് 30 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. കഴിഞ്ഞ പ്രാവശ്യത്ത് 18 തൊട്ട് 33 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് ഉണ്ടായിരുന്നത്. 6,000 വേക്കൻസി ആണ് ടെൻഡേറ്റീവ് ആയിട്ട് പറഞ്ഞത്. ടോട്ടൽ 6,180. അപ്പോ 28 തൊട്ട് ജൂൺ 28 തൊട്ട് നിങ്ങൾക്ക് എന്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. പാർട്ടിസിപ്പേറ്റിംഗ് RRBസിന്റെ ഒക്കെ പേര് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതുകൂടാണ് നമ്മൾ അവിടെ ഒരു വേക്കൻസി അസസ്മെന്റ് OIRMS പോർട്ടലിൽ വേക്കൻസി അസസ്മെന്റ് ഒരു വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. ഓക്കെ, അപ്പൊ അതിന്റെ കൂടെ തന്നെ ഇപ്പൊ ഷോർട്ട് നോട്ട്സും കൂടെ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്ത് എന്തായാലും JEE ആയിരിക്കും ഉണ്ടാവുക. അതിന്റെ കൂടുതൽ വീഡിയോസ് ആയിട്ട് നമുക്ക് വരാം. അപ്പോൾ ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്താന്ന് നോക്കി കഴിഞ്ഞാൽ ടെക്നീഷ്യൻ ഗ്രേഡ് 1 എന്ന് പറയുന്നത് ബാച്ചലർ ഓഫ് സയൻസ് ഇൻ ഫിസിക്സ്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, instrumentation from a recognized university, or BSc in combination of any of substream of physics, electronics, computer science and information technology, instrumentation from any recognized university. 3 years diploma in engineering in the above basic streams or in combination of any of the basic streams. അല്ലെങ്കിൽ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഇൻ ദ അബവ് ബേസിക് സ്ട്രീംസ് ഓർ കോമ്പിനേഷൻ ഇൻ എനി ഓഫ് ദി ബേസിക് സ്ട്രീംസ്. ഇലക്ട്രിക്കൽ ആർക്ക്, ഇലക്ട്രോണിക്സ് ആർക്ക്, കമ്പ്യൂട്ടർ സയൻസ് ആർക്ക് എല്ലാവർക്കും എന്താ അപ്ലൈ വേണ്ടിപ്പെടുന്ന ഒരു പോസ്റ്റാണ് ടെക്നീഷ്യൻ ഗ്രേഡ് 1 എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും അപ്ലൈ വേണ്ടി പറ്റും. ഡിപ്ലോമക്കാർക്കും BTക്കാർക്കും എല്ലാവർക്കും അപ്ലൈ വേണ്ടി പറ്റും. നേരെ മറിച്ച് ടെക്നീഷ്യൻ ഗ്രേഡ് 3 എന്ന് പറയുന്നത് മെട്രിക്കുലേഷൻ SLC പ്ലസ് ITI ഫ്രം എ റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് NCVT or SCVT in റെസ്പെക്റ്റീവ് ട്രേഡ്സ്. ഇതിപ്പോ ഫിറ്റർ, ട്രേഡർ, ഇലക്ട്രീഷ്യൻ, വയർമാൻ അങ്ങനെയുള്ളതിലൊക്കെയാണ് ഇതിൽ പറ്റുന്നുണ്ടാവുള്ളൂ. അവർക്ക് ITI ഉള്ളവർക്ക് മാത്രമേ ടെക്നീഷ്യൻ ഗ്രേഡ് 3 അപ്ലൈ വേണ്ടി പറ്റുന്നുണ്ടാവുള്ളൂ. ITI ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് മാത്രമേ ടെക്നീഷ്യൻ ഗ്രേഡ് 3 അപ്ലൈ വേണ്ടി പറ്റുന്നുണ്ടാവുള്ളൂ. ഹയർ ക്വാളിഫിക്കേഷൻ ഒന്നും എലിജിബിൾ അല്ല. ITI ഉള്ളവർക്കുള്ള സുവർണ അവസരമാണ്, ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് ഈ ഒരു ടെക്നീഷ്യൻ ഗ്രേഡ് 3 എന്ന് പറയുന്നത്. കാരണം ITIക്കാർ മാത്രമേ കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോ ഇതിൽ എക്സാം പാറ്റേൺ പറയുമ്പോൾ ടെക്നീഷ്യൻ ഗ്രേഡ് 1 ആകുമ്പോൾ ജനറൽ അവയർനെസിന്റെ 10 മാർക്ക്, ജനറൽ ഇന്റലിജൻസ് റീസണിംഗ് 15 മാർക്ക്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻസ് 20 മാർക്ക്, മാത്സ് 20 മാർക്ക്, ബേസിക് സയൻസ് 35 മാർക്ക്. ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് 100 മാർക്ക്. ഇതാണ് ടെക്നീഷ്യൻ ഗ്രേഡ് 1. എല്ലാം ഒറ്റൊരു ടയർ 1 എക്സാം ആണ് വരുന്നുണ്ടാവുക. കാരണം വെച്ചാലും ടെക്നീഷ്യൻ ഗ്രേഡ് 1 ഒക്കെ കുറെ സോണിന്റെ ഒക്കെ റിസൾട്ട് അവിടെ വന്നു. ചെന്നൈ, ട്രിവാൻഡ്രം, ബാംഗ്ലൂർ എല്ലാം വന്നു. ഗ്രേഡ് 3യും വന്നു. ഇവിടെ പാനലൊക്കെ തയ്യാറായിട്ടുണ്ട്. ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് ഫൈനൽ പാനൽ വരെ തയ്യാറായിട്ടുണ്ട്. ഗ്രേഡ് 3 ഡേയ്സിൽ മാത്സ് 25, ജനറൽ ഇന്റലിജൻസ് റീസണിംഗ് 25, ജനറൽ സയൻസ് 40, ജനറൽ അവയർനെസ് 10, ടോട്ടൽ 100 മാർക്കിന്റെ. ഓക്കെ, അപ്പോ നോട്ടിഫിക്കേഷൻ എന്തായാലും 27 മുന്നേ 27 തീയതി ആകുമ്പോഴത്തേക്ക് പബ്ലിഷ് ചെയ്യുന്നുണ്ടാവും. എനിവേ കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.